ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എഫേസ് ലേഖന പഠനത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുന്നു എന്ന് പലരും എന്നെ അറിയിക്കുന്നു. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം ഈ ശുശ്രൂഷകളെ കൂടുതൽ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ശുശ്രൂഷകളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ചേർക്കാം. നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവവചന പഠനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിങ്ങനെയാണ്: അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ദൈവം കൃപാവരങ്ങൾ സഭയ്ക്ക് നൽകിയിരിക്കുന്നതിൻ്റെ പുറകിൽ 3 ഉദ്ദേശങ്ങളാണുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ദ പെർഫെക്റ്റിംഗ് ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുടെ യഥാസ്ഥാനം. 2, അൺ ടു ദ വർക്ക് ഓഫ് മിനിസ്ട്രി, ശുശ്രൂഷയുടെ വേലയ്ക്കായിട്ട്. 3, ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മിക വർധനവിന്. ആ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പം ഈ ശുശ്രൂഷകൾ എപ്പോൾ വരെ നടക്കണം എന്ന് അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ എങ്ങനെയാണ് പറയുന്നത്? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പ്രാപിക്കുന്നതുവരെ ഈ ശുശ്രൂഷ നടക്കണം. എന്തൊക്കെ കാര്യങ്ങൾ? വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത, തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവ്. ഈ 3 കാര്യങ്ങൾ പ്രാപിക്കണം. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തത് വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയാണ്. അതായത് ഞാനെപ്പോഴും പറയാറുണ്ട്, സഭയിലെ ഏറ്റവും പുതിയ വിശ്വാസി മുതൽ ഏറ്റവും പഴയ വിശ്വാസി വരെ അവർക്ക് ഒരേ വിശ്വാസവും ദൈവപുത്രനെക്കുറിച്ചുള്ള ഒരേ അറിവുമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ വിശ്വാസത്തിലുള്ള ഐക്യത അത് ഞാൻ കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല. കാരണം എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ തന്നെ 5-ാം വാക്യം നമ്മൾ പഠിച്ചപ്പോൾ അവിടെ കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന് എന്നുള്ള ഭാഗത്ത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, അതിൻ്റെ ഐക്യതയെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൂടെ ആഡ് ചെയ്തിട്ടേക്കാം. അപ്പം അവിടെ നമ്മളത് ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇനി പോകുന്നില്ല. രണ്ടാമത് അവിടെ പറഞ്ഞത് ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയാണ്. അപ്പം ആരാണ് ദൈവപുത്രൻ? നമുക്കറിയാം, യേശുവാണ് ദൈവപുത്രൻ. യേശുവാണ് ദൈവപുത്രൻ. അപ്പം യേശുവിനെക്കുറിച്ചുള്ള അറിവ് അവിടെ പ്രത്യേകം ഉപയോഗിച്ചു, ദൈവപുത്രനെക്കുറിച്ചുള്ള അറിവ് എന്ന്. അത് ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവപുത്രൻ എന്നുള്ള ആ വാക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വാക്കാണ്. ഇന്ന് പലപ്പോഴും യേശുവിനെക്കുറിച്ച് ഒരേ സഭയ്ക്കകത്ത് തന്നെ പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഞാൻ പലപ്പോഴും ദൈവവചനം പഠിപ്പിക്കുമ്പം ദൈവമക്കളോട് ചോദിക്കുമ്പോൾ ചിലർ പറയും യേശു ദൈവമാണെന്ന് പറയും, ചിലർ പറയും യേശു ദൈവമല്ല ദൈവപുത്രനാണെന്ന് പറയും, ചിലർ യേശു ദൈവവും ദൈവപുത്രനുമാണെന്ന് പറയും. അപ്പം ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഐക്യതയില്ല പലപ്പോഴും. എന്നാൽ ബൈബിൾ പറയുന്നത് യേശുവിനെക്കുറിച്ചുള്ള ആ അഭിപ്രായത്തിൽ എല്ലാവർക്കും ഐക്യത ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് യേശു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ യേശു ആരാണ്, എന്താണ് യേശുവിനെക്കുറിച്ചുള്ള അറിവ്? നമ്മളതാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ ഒരല്പം നീണ്ടു പോയേക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിലും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ നിങ്ങൾ കാണുക. അപ്പം ഇവിടെ യേശു ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുത്രനാണെങ്കിൽ അവനൊരാരംഭമുണ്ട്. പുത്രനാണെങ്കിൽ അവന് ആരംഭമുണ്ട്. അതായത് അവൻ ജനിക്കുമ്പോഴാണ് അവൻ ആരംഭിക്കുന്നത് എന്ന് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ യേശു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യേശുവിനൊരു ആരംഭമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ബൈബിൾ എന്താണ് പറയുന്നത്?
യേശുവിന് ആരംഭം ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ ബൈബിൾ പറയുന്നത്? നമുക്ക് നോക്കാം. ഒന്നൊരു വാക്യങ്ങൾ നമുക്ക് നോക്കണം. അതായത് എന്താണ്, യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 57 58 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. യഹൂദന്മാർ അവനോട്, നിനക്ക് 50 വയസ്സായിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. 58-ാം വാക്യം, യേശു അവരോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിക്കേ, യഹൂദന്മാർ യേശുവിനോട് ചോദിക്കുക, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, നീ അബ്രഹാമിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, അബ്രഹാം ജനിച്ചതിന് മുൻപേ ഞാൻ ഉണ്ട്. അപ്പം അബ്രഹാമിന് മുമ്പേ യേശു ഉണ്ട് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു ഭാഗത്ത് കൊലോസ്യാനിലേക്ക് വരുമ്പോൾ, കൊലോസ്യാൻ 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അവൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് പറഞ്ഞു. കൊലോസ്യാനിൽ പറഞ്ഞു അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ. ഇവിടെ ശ്രദ്ധിക്കണം, അവൻ സർവത്തിനു മുമ്പേ ഉണ്ടായവൻ എന്നല്ല പറഞ്ഞത്, സർവത്തിനു മുമ്പേ ഉള്ളവൻ. അപ്പം എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം മുമ്പ് ജീസസ് വാസ് എക്സിസ്റ്റിംഗ് ദർ. യേശു അവിടെ ഉണ്ടായിരുന്നു, അവനവിടെ ഉണ്ട്. അവൻ ഉണ്ടായതല്ല, അവനവിടെ ഉണ്ട്. ഇനി യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ആദി എന്ന് പറയുന്നത് ഉണ്ടായ സകലതിൻ്റെയും ആരംഭമാണ് ആദി. ഏറ്റവും ആദ്യം സൃഷ്ടിക്കപ്പെട്ട ഉണ്ടായത് അത് ആദിയിലാണ് ഉണ്ടായത്. അപ്പം ഏറ്റവും ആദ്യം ഉണ്ടായ ആ കാര്യം, ഉണ്ടാകുന്ന ആ ആദിയിൽ തന്നെ യേശുവിടെ ഉണ്ട്, യേശുവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനൊരിക്കലും ഉണ്ടായതല്ല, അവനൊരിക്കലും ആരംഭമില്ല. ആരംഭമുള്ള സകലത്തിനു മുമ്പേ ജീസസ് വാസ് എക്സിസ്റ്റിംഗ് ദെയർ, യേശുവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അവൻ ആരംഭമുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുവിന് എന്തില്ല, ആരംഭമില്ല എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അവൻ നിത്യനാണ്, നിത്യനാണ്. അപ്പോൾ എന്താണ് ദൈവപുത്രൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? അപ്പം യേശു അബ്രഹാമിന് മുമ്പേ ഉണ്ട് എന്ന് പറഞ്ഞാൽ പഴയ നിയമകാലത്തിലും അവനുണ്ട്. പഴയ നിയമകാലത്തിലും ആരുണ്ട്? യേശു ഉണ്ട്. പക്ഷെ പഴയ നിയമത്തിൽ ഒരിടത്തും യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 2 സ്ഥലങ്ങളിലാണ് ദൈവപുത്രൻ എന്നുള്ള വാക്ക് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്തത് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. മനുഷ്യർ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ ഭാര്യമാരായിട്ട് എടുത്തു എന്ന് കാണുന്നു. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ അത് ബഹുവചനത്തിൽ പ്ലൂറലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരാളല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് 2 അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഒന്ന്, അത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം പത്രോസ് ലേഖനത്തിൽ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ പോയ ദൂതന്മാർ എന്ന് പറയുന്നുണ്ട്. അതിവരെക്കുറിച്ചാണെന്നാണ് പറയുന്നത്. അപ്പം തന്നെ ചിലർ പറയുന്നുണ്ട്, കർത്താവ് പറഞ്ഞു ദൂതന്മാർക്ക് വിവാഹം കഴിക്കാനായിട്ട് കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് ദൂതന്മാരല്ല, സേത്തിൻ്റെ മക്കളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ചിന്തിക്കുന്നത്, എനിക്ക് കുറച്ചുകൂടെ റീസണബിൾ ആയിട്ടുള്ള തോന്നിയിട്ടുള്ള ദൂതന്മാരാണെന്നാണ്. കാരണം ദൂതന്മാർക്ക് വിവാഹം കഴിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെന്ന് പറയുമ്പോൾ ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാതെ ആ വിവാഹം കഴിക്കാനായിട്ട് ഇറങ്ങി വന്ന ദൂതന്മാർ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അപ്പോൾ ഇവിടെ എന്താണെങ്കിലും ദൈവത്തിൻ്റെ പുത്രന്മാർ, അത് ക്ലിയർ അല്ലെങ്കിലും എന്താണെങ്കിലും ഒന്നിലധികം പേരാണ്. അത് യേശു അല്ല എന്നുള്ള കാര്യം
ഉറപ്പാണ്. ഇനി രണ്ടാമത് പ്രധാനമായിട്ട് നമ്മൾ ഈ പ്രയോഗം കാണുന്നത് ഇയ്യോബിൻ്റെ പുസ്തകത്തിലാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. അപ്പം ഇവിടെ എന്തായാലും ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൂതന്മാരെ ഉദ്ദേശിച്ച് തന്നെയാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം അത് മനുഷ്യരല്ല, ദൈവപുത്രന്മാർ അവിടെ ഉദ്ദേശിച്ചിരിക്കും ദൂതന്മാരെ ഉദ്ദേശിച്ച. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവപുത്രന്മാർ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കിയിരിക്കുന്നത് ദൂതന്മാരെയാണ്, യേശുവിനെ അല്ല. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ് യേശുവിന് പുത്രൻ എന്ന പേര് ലഭിക്കുന്നത്. അപ്പം പഴയ നിയമത്തിൽ ഇദ്ദേഹം ആരായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. അപ്പം പഴയ നിയമത്തിൽ യേശുവിന് ദൈവപുത്രൻ എന്നുള്ള ആ ഡെസിഗ്നേഷൻ കൊടുക്കുന്നില്ല, ആ സ്ഥാനം കൊടുക്കുന്നില്ല. പുതിയ നിയമത്തിൽ വരുമ്പോഴാണ് യേശുവിന് ദൈവപുത്രൻ എന്നുള്ള സ്ഥാനം കൊടുക്കുന്നത്. അപ്പം പഴയ നിയമത്തിൽ നമ്മൾ പറഞ്ഞു, പഴയ നിയമത്തിലേ യേശു ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അവിടെ യേശുവിനെ എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പം പിതാവായ ദൈവത്തെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവിനെയാണ്. അപ്പം പിതാവായ ദൈവത്തെ ആരും ഒരു നാളും എന്ത് ചെയ്തിട്ടില്ല? കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല. എന്താണ്? ആരും കണ്ടിട്ടില്ല, ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഓക്കെ. എന്നാൽ എന്താണ് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അനന്തരം മോശയും അഹരോനും നാദാബും അബീഹുവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അവൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെയുമായിരുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഇവിടെ കണ്ടത് ആരെയാണ്? പുത്രനാണ് അവനെ വെളിപ്പെടുത്തുന്നത്. അതായത് ആ പ്രത്യക്ഷത നടന്ന എല്ലാ സ്ഥലത്തും ആരാണ് പ്രത്യക്ഷപ്പെട്ടത്? പുത്രനാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പം അവിടെയെല്ലാം പുത്രനെ വിളിച്ചിരിക്കുന്ന പേര് യഹോവ എന്ന് തന്നെയാണ്. നിങ്ങൾ ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ വിസ്താരഭയത്താൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പുത്രനാണ്. ആ പുത്രനെ അവിടെ വിളിച്ചിരിക്കുന്ന പേര് യഹോവ എന്ന് തന്നെയാണ്, ദൈവപുത്രൻ എന്നല്ല വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇവൻ പുതിയ നിയമത്തിൽ ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ദൈവപുത്രൻ എന്നുള്ള പേര് അവൻ ലഭിക്കുന്നത്. പുതിയ നിയമത്തിലാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ദൂതന്മാരെ പുത്രന്മാർ എന്ന് വിളിച്ചിരിക്കുന്നത് കൊണ്ട് യേശുവും ഒരു ദൂതനാണ് എന്ന് പറയാനായിട്ട് പറയുന്ന ആളുകളുണ്ട്. ദൈവദൂതന്മാരിൽ ഒരാളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് യോഹന്നാൻ 3:16 നമുക്കറിയാം. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ എന്ന് വെച്ചാൽ എന്താണ് എൻ്റെ അർത്ഥം? ദൈവത്തിന് ഇതുപോലൊരു പുത്രൻ വേറെ ഇല്ല. ഹിസ് ദ ഓൺലി ബിഗോട്ടൺ സൺ എന്ന് വെച്ചാൽ അതുപോലെയുള്ള വേറൊരു പുത്രൻ ദൈവത്തിനില്ല. ദൂതന്മാരെയൊക്കെ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിച്ചിട്ടുണ്ട്, ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ യേശു ഒരു യുണീക്ക് സണ്ണാണ്, ദൂതന്മാരെ പോലെയുള്ള ഒരു പുത്രനല്ല. അതുകൊണ്ടാണ് ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞത്. അപ്പം യേശുവിനെ പുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവപുത്രന്മാരോട് തുല്യനായിട്ടുള്ളൊരു ദൂതനല്ല അവൻ. ഹീസ് യുണീക്ക്. അവനൊരു പ്രത്യേകതയുള്ള, അവനെ പോലെ വേറെ പുത്രന്മാർ ഇല്ല. ഇപ്പം ദൂതന്മാരൊക്കെ പുത്രന്മാരെന്ന് നമുക്ക് വിളിക്കാം, പക്ഷേ യേശുവിനെ പോലത്തെ പുത്രന്മാർ വേറെ ഇല്ല. അവൻ ഓൺലി വണ്ണാണ്. അപ്പം യേശു ആരില്ല, ദൂതന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടവൻ അല്ല. അപ്പം പിന്നെ അവൻ ആരാണ്?
എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നതിനെക്കുറിച്ച് ഫിലിപ്പ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഇങ്ങനെയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് എടുക്കട്ടെ. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. അവൻ ആര്? യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ക്രിസ്തുവേശുവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുക, 6-ാം വാക്യം തൊട്ട് പറയുകയാണ്, അവൻ ആരെ? ക്രിസ്തുവേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ വായിക്കുന്ന ഇതാണ്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ. അപ്പോൾ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വരുന്നതിന് മുൻപ്, മനുഷ്യൻ്റെ രൂപത്തിൽ അവൻ വരുന്നതിന് മുമ്പ് യേശുവിൻ്റെ രൂപം എന്തായിരുന്നു? ദൈവത്തിൻ്റെ രൂപമായിരുന്നു, ദൈവരൂപമായിരുന്നു. ഇനി ആ സമയത്ത് അവന് ദൈവത്തോട് സമത്വമുണ്ടായിരുന്നു. ഹി വാസ് ഈക്വൽ വിത്ത് ഗാഡ്. അപ്പം അവൻ ദൈവരൂപത്തിലായിരുന്നു, ദൈവത്തോട് അവന് സമത്വമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവൻ ആരാണ്? അവൻ ദൈവം തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ രൂപത്തിൽ ദൈവത്തോട് സമത്വമുള്ളവനായിട്ട് ദൈവമല്ലാതെ മറ്റാരാണുള്ളത്? ആരുമില്ല. അപ്പം അവൻ ദൈവമായിരുന്നു, യേശു ദൈവമായിരുന്നു. ഇനി നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്നുത്തരം പറഞ്ഞു. 18-ാം വാക്യം, അങ്ങനെ അവൻ സബ്ബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു വന്നു. അപ്പോൾ ബൈബിളിൻ്റെ ഭാഷയിൽ ദൈവം യേശുവിൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞാൽ, അതായത് യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് പറയുമ്പോൾ അത് തെളിയിക്കുന്നത് യേശു ദൈവത്തിന് സമനാണ് എന്നാണ് തെളിയിക്കുന്നത്. അതുതന്നെയാണ് ഫിലിപ്പ് ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. അവന് ദൈവത്തോടുള്ള സമത്വം ഉണ്ടായിരുന്നു. ഹി വാസ് ഈക്വൽ വിത്ത് ഗാഡ്. ദാറ്റ് മീൻസ് ഹി വാസ് ഗാഡ്. അവൻ ദൈവമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:1, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു, അവൻ ദൈവമായിരുന്നു. ഒരു സംശയമില്ല. അപ്പം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് യേശു ആരായിരുന്നു? ദൈവമായിരുന്നു. എന്നിട്ട് ഫിലിപ്പിനകത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവിടെ വായിക്കുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിച്ചില്ല. അപ്പം യേശു ആ ദൈവവുമായിട്ട് അവനുണ്ടായിരുന്ന ഈക്വാലിറ്റി, സമത്വം, അത് മുറുകെ പിടിച്ചുകൊള്ളണം എന്നവൻ ചിന്തിച്ചില്ല. അതായത് അത് ഉപേക്ഷിക്കാൻ അവൻ തയ്യാറായി. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ദാസരൂപമെടുത്തു. അപ്പം ദൈവരൂപത്തിലായിരുന്നവൻ ദാസരൂപം എടുത്തു. നമ്മൾ മനസ്സിലാക്കണം, ദാസരൂപം ആരും അവൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചതല്ല. അവൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമനസ്സാൽ അവൻ ദാസരൂപം എടുത്തു. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പം തന്നെത്താൻ ഒഴിച്ച്, തന്നെത്താൻ എംപ്റ്റി ചെയ്ത് ശൂന്യനാക്കിയിട്ട് അവൻ വേഷത്തിലൊരു മനുഷ്യനെ പോലെ, കറക്റ്റ് ഒരു മനുഷ്യനെ പോലെ ആയി. അപ്പം അവൻ എന്താണ് ഒഴിച്ചത്?
ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളാണ് അവൻ ഒഴിവാക്കിയത്. അപ്പം ദൈവമായിരുന്നവൻ, ദൈവത്തിൻ്റെ സകല ഗുണവിശേഷങ്ങളും ഉണ്ടായിരുന്നവൻ, അത് മാറ്റിവെച്ചിട്ട് ഒരു റിയൽ മനുഷ്യനായിട്ട് അവൻ ഈ ലോകത്തിലേക്ക് വന്നു. എന്നിട്ട് തന്നെത്താൻ താഴ്ത്തി. നോക്കൂ, ദൈവവുമായിട്ട് സമത്വം ഉണ്ടായിരുന്നവൻ, ഇക്വാലിറ്റി ഉണ്ടായിരുന്നവൻ, അവൻ തന്നെത്താൻ താഴ്ത്തി. മറ്റാരും അവനെ താഴ്ത്തിയതല്ല, അവൻ സ്വയമായിട്ട് താഴ്ന്നു കൊടുത്തു. അവൻ ഈക്വലായിരുന്നു, പക്ഷെ അവൻ സ്വയമായിട്ട് എന്ത് ചെയ്തു? താഴ്ന്നു കൊടുത്തു. എന്നിട്ട് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ആരെ അനുസരിച്ചു? പിതാവിനെ അനുസരിച്ചു. എന്തുകൊണ്ട്? അവൻ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ട്. അപ്പം അവൻ പിതാവിനേക്കാൾ താഴ്ന്നവനായതുകൊണ്ടല്ല അവൻ അനുസരിച്ചത്. അവൻ പിതാവിനോട് തുല്യനായിരുന്നു, പക്ഷെ അവൻ തന്നെത്താൻ എന്ത് ചെയ്തു? താഴ്ത്തി. അങ്ങനെ താഴ്ത്തി അവൻ പിതാവിനെ അനുസരിച്ചു. അതവൻ സ്വയമായിട്ട് തിരഞ്ഞെടുത്തതാണ്. അവനങ്ങനെ അല്ല, റിയലി അവനങ്ങനെ അല്ല. അവൻ പിതാവിനോട് സമത്വമുള്ളവനാണ്, പക്ഷെ അവൻ തന്നെത്താൻ താഴ്ത്തി പിതാവിനെ അനുസരിക്കാനായിട്ട് അവൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവൻ ആരായത്? പുത്രനായത്. അതായത് ചിലർ ചോദിക്കാറുണ്ട്, യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഭാര്യയുണ്ടോ? ഭാര്യയില്ലാതെ എങ്ങനെ പുത്രൻ ഉണ്ടാകും എന്നൊക്കെ ചോദിക്കാറുണ്ട്. സത്യത്തിൽ യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്: ഒരു മകൻ അപ്പനെ എപ്രകാരം പൂർണ്ണമായിട്ട് അനുസരിക്കുമോ അതുപോലെ യേശു പിതാവിനെ എന്ത് ചെയ്തു? അനുസരിച്ചു എന്നുള്ളതാണ് യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാകുന്നത്. യോഹന്നാന്റെ സുവിശേഷമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന കാര്യമുണ്ട്, അല്ലേ? നമ്മൾ എന്താണ് യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ തന്നെ എന്താണ് അതിൻ്റെ 19-ാം വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 5:19 യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പൊ പിതാവ് ചെയ്ത് കാണിക്കുന്നത്, പിതാവ് ചെയ്യാൻ പറയുന്നത് അല്ലാതെ യേശു ചെയ്യത്തില്ല. പിതാവ് പറയാൻ പറയുന്നതല്ലാതെ യേശു പറയത്തില്ല. കാരണം എന്താണ്? അതാണ് പെർഫെക്റ്റ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അവൻ പിതാവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കാനായിട്ട് തയ്യാറായി. കാരണം അവൻ തന്നെത്താൻ താഴ്ത്തി. അപ്പം അതാണ് അവൻ പുത്രൻ എന്നുള്ളതിൻ്റെ അർത്ഥം. അവൻ പിതാവുമായിട്ട് ഈക്വലായിരുന്നു, ദൈവമായിരുന്നു, പക്ഷേ അവൻ തന്നെത്താൻ താഴ്ത്തി പിതാവിനെ ഒരു മകൻ അനുസരിക്കുന്നത് പോലെ അവൻ പൂർണ്ണമായിട്ട് അനുസരിക്കാനായിട്ട് തയ്യാറായ അപ്പോഴാണ് അവൻ പുത്രൻ എന്നുള്ള ഡെസിഗ്നേഷനിലേക്ക് വരുന്നത്. അതാണ് പുതിയ നിയമത്തിലാണ് അവനെ പുത്രൻ എന്ന് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞത്. അതുവരെ അവൻ തന്നെത്താൻ താഴ്ത്തിയിട്ടില്ല. അവൻ പിതാവുമായിട്ട് തുല്യതയുള്ളവനായിരുന്നു. അതുകൊണ്ട് അവനെ യഹോവ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അവൻ താഴ്ത്തി പിതാവിനെ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ തുടങ്ങിയത് കൊണ്ട് അവൻ പിന്നെ അറിയപ്പെടുന്ന പുത്രൻ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അപ്പോഴും അവൻ ആര് തന്നെയാണ്? അവൻ ദൈവം തന്നെയാണ്. കാരണം ദൈവത്തോടുള്ള സമത്വം അവൻ മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് തീരുമാനം. അതായത് പൊസിഷണൽ ഈക്വാലിറ്റി അത് അവൻ ഒഴിവാക്കി. സ്ഥാനപരമായിട്ട് ദൈവത്തെക്കാൾ താണ സ്ഥാനത്തേക്ക് അവൻ വന്നു, പിതാവിനേക്കാൾ താണവനായിട്ട് അവൻ വന്നു. പക്ഷേ അവൻ്റെ പേഴ്സണാലിറ്റിക്ക് മാറ്റം വന്നിട്ടില്ല, അവൻ്റെ വ്യക്തിത്വത്തിന് മാറ്റം വന്നിട്ടില്ല. അവൻ ദൈവം തന്നെയാണ്. അവൻ ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളൊക്കെ മാറ്റിവെച്ചെങ്കിലും അവൻ ദൈവം എന്നുള്ള വ്യക്തിത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ ദൈവം തന്നെയാണ്. ഇപ്പം ചിലരൊക്കെ ചോദിക്കാറുണ്ട്, യേശു ദൈവമാണെങ്കിൽ എങ്ങനെയാണ് അവന് വിശന്നത്? എന്തുകൊണ്ടാണ് അവൻ ഉറങ്ങിയത്? എന്തുകൊണ്ടാണ് അവന് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു എന്നവൻ അറിയാതിരുന്നത്? എന്തുകൊണ്ടാണ്? ദൈവമാണെങ്കിൽ യേശു എങ്ങനെയാണ് മരിക്കുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി ഇതാണ്: യേശു ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളൊക്കെ മാറ്റിവെച്ചു, പക്ഷെ അവൻ ദൈവം തന്നെയാണ്. നിങ്ങളൊരു കാര്യം ഇവിടെ മനസ്സിലാക്കണം.
ഗുണങ്ങളുള്ളത് കൊണ്ട് അവൻ ദൈവമായതല്ല, ദൈവമായതുകൊണ്ട് അവന് ഗുണങ്ങളുണ്ടായിരുന്നതാണ്. ആ ഗുണങ്ങളില്ലെങ്കിലും അവൻ ആര് തന്നെയാണ്? ദൈവം തന്നെയാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഒരു രാജാവ്, ആ രാജാവിന് കിരീടമുണ്ട്, രാജവസ്ത്രമുണ്ട്, സിംഹാസനമുണ്ട്, ഒക്കെ ഉണ്ട്. അവൻ രാജാവാണ്. പക്ഷേ ഒരു ദിവസം അവന് തോന്നി, ഞാൻ എൻ്റെ പ്രജകളുടെ അടുത്തേക്ക് ഇറങ്ങാനായിട്ട് അവന് തോന്നി. അപ്പം അവൻ ഈ കിരീടവും രാജവസ്ത്രവും സിംഹാസനവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു ഭിക്ഷക്കാരൻ്റെ വേഷം ധരിച്ചിട്ട് അവൻ പ്രജകളുടെ മുമ്പിലേക്ക് ഇറങ്ങി. അവൻ ഭിക്ഷക്കാരനെ പോലെ ആയി, ഭിക്ഷക്കാരൻ്റെ രൂപത്തിലായി അവൻ. പക്ഷെ അവൻ ആരാണ്? രാജാവ് തന്നെയാണ്. അപ്പം കിരീടവും സിംഹാസനവും രാജവസ്ത്രവും ഒക്കെയോ, എടാ അതില്ലെങ്കിലും അവൻ രാജാവ് തന്നെയാണ്. കിരീടം വച്ചത് കൊണ്ടല്ല അവൻ രാജാവായത്, രാജാവായതുകൊണ്ട് കിരീടം വച്ചതാണ്. രാജവസ്ത്രം ധരിച്ചത് കൊണ്ടല്ല രാജാവായത്, രാജാവായതുകൊണ്ട് രാജവസ്ത്രം ധരിച്ചതാണ്. സിംഹാസനത്തിൽ ഇരുന്നത് കൊണ്ടല്ല രാജാവായത്, രാജാവായതുകൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നതാണ്. നാളെ കൊട്ടാരത്തിലെ ആരെങ്കിലും ഒരാൾ രാജാവ് ഉറങ്ങുന്ന നേരത്തെ ആ സിംഹാസനത്തിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ അവൻ രാജാവാകത്തില്ല. അപ്പം ഗുണവിശേഷങ്ങളില്ലെങ്കിലും വ്യക്തിത്വത്തിന് മാറ്റം വരുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് യേശുവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം യേശു ദൈവമാണ്. അവൻ അപ്പോൾ തന്നെ തന്നെത്താൻ താഴ്ത്തി ആ പിതാവായ ദൈവത്തെ അനുസരിക്കാനായിട്ട് തയ്യാറായ ഒരു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ ഡെസിഗ്നേഷൻ, അവൻ്റെ സ്ഥാനം എന്തായിട്ട് മാറി? പുത്രൻ എന്നുള്ള സ്ഥാനത്തേക്ക് മാറി. ഇനി അപ്പം അതുകൊണ്ടാണ് യേശുവിനെ ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. അവനെപ്പോലെ വേറെ ആരുമില്ല. കാരണം അവൻ ദൈവമായിരുന്നു. അവൻ അനുസരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. പക്ഷേ അവൻ സ്വമനസ്സാൽ അനുസരിക്കാൻ തയ്യാറായി. പിതാവ് പുത്രനെ പുത്രൻ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ അവൻ താഴ്ന്ന് പിതാവിനെ ബഹുമാനിക്കാനായിട്ട് അവൻ സ്വയം തയ്യാറായി. അതുകൊണ്ടാണ് അവനെ ഏകജാതൻ, അവനെപ്പോലെ മറ്റാരുമില്ലെന്ന് പറയുന്നത്. അവനെപ്പോലെ മറ്റൊരു പുത്രൻ ദൈവത്തിന് ഇല്ല. ഇനി റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഒരു കാര്യം കൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. അപ്പോൾ യേശു ദൈവപുത്രനാണെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും എതിർക്കാൻ കഴിയാത്ത രീതിയിൽ അത് തെളിയിക്കപ്പെട്ടു. എപ്പോൾ? യേശു ഉയർത്തപ്പോൾ. അതെങ്ങനെയാണ് സംഭവിച്ചത്? യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവനെ പരിഹസിച്ചിരുന്നവർ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. ദൈവത്തിന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇവനെ വിടുവിക്കട്ടെ, ഞാൻ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ ചെയ്തു എന്നിവൻ പറഞ്ഞല്ലോ. അപ്പം അവർ വെല്ലുവിളിച്ചതാണ്, ഇവൻ ശരിക്കും പിതാവിനെ അനുസരിച്ചിരുന്നു എങ്കിൽ പിതാവ് ഇവനെ ക്രൂസിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന്. പക്ഷേ ക്രൂസിൽ നിന്ന് പിതാവ് വിടുവിച്ചില്ല. കാരണം അത് നമുക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ക്രൂസിൽ അവൻ മരിച്ചപ്പോൾ ആ വെല്ലുവിളിച്ചവരൊക്കെ പറഞ്ഞു, ഇവൻ പുത്രനല്ല, എന്ന് വെച്ചാൽ ഇവൻ ക്രിസ്തുവല്ല. എന്നാൽ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ ദൈവം തെളിയിച്ചു, നിങ്ങൾ കുറ്റം വിധിച്ച് നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ഞാൻ ആ മരണത്തിൽ നിന്ന് വിടുവിച്ചു. എന്ന് വെച്ചാൽ നിങ്ങളവനെ കുറ്റക്കാരനായിട്ട് കണ്ടെങ്കിലും ഞാൻ അവനെ കുറ്റക്കാരനായിട്ട് കാണുന്നില്ല. എൻ്റെ മുമ്പിൽ അവൻ എന്നെ പൂർണ്ണമായിട്ട് അനുസരിച്ച എൻ്റെ പുത്രനാണ്. യേശുവിനെ ദൈവം ഉയർപ്പിച്ചതിനാൽ തൻ്റെ പുത്രന്. അപ്പം അപ്പോസ്തല പ്രവൃത്തികളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവിനെ ദൈവമാണ് ഉയർപ്പിച്ചത് എന്ന് വായിക്കുന്നത്. യേശു സ്വയമായിട്ട് ഉയർത്തെഴുന്നേറ്റല്ല, ദൈവം യേശുവിനെ ഉയർപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട്? അത് ദൈവത്തിൻ്റെ പിതാവിൻ്റെ ഉത്തരവാദിത്വമാണത്. കാരണം അവൻ സകല മാനവജാതികളായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും പാപം അവൻ ഏറ്റെടുത്തൊരു പാപിയെപ്പോലെ അവൻ മരിച്ചത്. അപ്പോൾ അവൻ മരിച്ചപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ അവൻ കുറ്റക്കാരനായിത്തീർന്നു.
കാരണം പിതാവ് അവനെ അതിനുവേണ്ടി അയച്ചു, അതവൻ പൂർണ്ണമായിട്ട് ചെയ്തു. ഇനി അവൻ പാപിയല്ല, അവൻ എൻ്റെ പുത്രനാണ്, അവനെ 100% അനുസരിച്ചവനാണ് എന്ന് തെളിയിക്കേണ്ടത് ആരുടെ തന്നെ ഉത്തരവാദിത്വമാണ്? പിതാവിൻ്റെ തന്നെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ടാണ് പിതാവ് തന്നെ അവനെ ഉയർപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. ദൈവം അവനെ ഉയർപ്പിച്ചു. അവൻ സ്വയം ഉയർത്തെഴുന്നേൽക്കുകയല്ല ചെയ്തത്, ദൈവം അവനെ ഉയർപ്പിക്കുക ചെയ്തത്. അതിൻ്റെ പുറകിൽ രഹസ്യം ഇതാണ്, മറക്കരുത്. അപ്പം ഇതാണ് ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം അവൻ ദൈവമായിരുന്നു, എന്നാൽ അവൻ നമ്മെ സ്നേഹിച്ച് അവൻ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഈ ലോകത്തിൽ അവനായിരുന്നപ്പോൾ ഒരിക്കൽ പോലും അവൻ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട്, വിപരീതമായിട്ട് അവൻ പ്രവർത്തിച്ചിട്ടില്ല. അവൻ പൂർണ്ണ നീതിമാനായിരുന്നു, സമ്പൂർണ്ണ നീതിമാനായിരുന്നു. അതുകൊണ്ടാണ് അവനെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ സമ്പൂർണ്ണ നീതിമാനായ അവൻ നമ്മുടെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. ലോകത്തിൻ്റെ മുമ്പിൽ അവനൊരു കുറ്റവാളിയെപ്പോലെ മരിച്ചു. എന്നാൽ അവൻ സ്വയം ഉയർത്തെഴുന്നേൽക്കുകയല്ല ചെയ്ത്, അതിന് അവന് കഴിവുണ്ട്. എന്നാൽ അവനത് ഉപയോഗിച്ചില്ല, അവനത് പിതാവിനെ ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? അവനെ പുത്രനെന്ന് തെളിയിക്കേണ്ടത് പിതാവിൻ്റെ ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. എന്നുവെച്ചാൽ ഇതാണ് യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത്. ഈ പരിജ്ഞാനം സഭയിലെ എല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് എഫേസ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതിനാണ് ദൈവം ഈ കൃപ വരങ്ങളെ സഭയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സുവിശേഷകന്മാരെയും ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ കൊടുത്തിരിക്കുന്നത് ഇതിനാണ്. അല്ലാതെ നീ എന്ന് കാനഡയിൽ പോകുമെന്നോ നിൻ്റെ വിസ എപ്പോൾ സ്റ്റാമ്പ് ചെയ്ത് വരുന്നോ പറയാനല്ല വച്ചിരിക്കുന്നത്. ഇതാണ് പ്രിയമുള്ളവരെ, ഞാൻ ഈ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കുക. ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനം എത്ര ശ്രേഷ്ഠമാണ്! അത് കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഐക്യതയുള്ളവരായിട്ട് നമുക്ക് നിൽക്കാം. മറ്റുള്ളവരെയും ആ ഐക്യതയിലേക്ക് നടത്താനായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ എല്ലാ കഴിവുകളും, എല്ലാ താലന്തുകളും വിശ്വസ്തയോടെ നമുക്ക് ഉപയോഗിക്കാം. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.